2 ദിവസത്തെ സന്ദർശനത്തിനായി ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയായിരുന്നു. നരേന്ദ്രമോദി വെറുമൊരു സുഹൃത്തല്ല, സഹോദരനാണ് എന്ന പ്രസ്താവനയോടെയാണ് സ്വീകരിച്ചത്. ഒരു കാര്യം ഓർക്കണം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുപോലെ മോദിയെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചതും പിന്നീട് അമേരിക്കയ്ക്ക് മുന്നിൽ തീരുവ നയത്തിൽ മുട്ടുമടക്കി ഇന്ത്യൻ കർഷകരെ, ഇന്ത്യൻ യുവത്വത്തെ വിറ്റുതുലച്ചതും നമ്മുടെ മുന്നിലുണ്ട്. 2017 ആദ്യമായി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയത്. ആ സന്ദർശനം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുകയും മോദിയെ വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ സന്ദർശനവും. ഇസ്രായേലിൽ എഫ്സ്റ്റീൻ്റെ നിർദ്ദേശപ്രകാരം സന്ദർശനം നടത്തി അവിടെ നൃത്തം ചെയ്തു എന്നാണ് എഫ്സ്റ്റീൻ ഫയൽ പറയുന്നത് എന്നാണ് വിമർശകർ പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ മോദി അവിടെ പ്രസംഗിച്ചപ്പോൾ ചില വാചകങ്ങളുടെ പിന്നാലെ ട്രോളുകളുടെ പെരുമഴയാണ്. ലോകമാസകലം ഇപ്പോൾ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അച്ഛനാണ്, ഇന്ത്യ അമ്മയാണ് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അമേരിക്കയിലുള്ള യൂട്യൂബർമാർ ട്രോളോട് ട്രോളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോദിയുടെ ഈ വാക്കുകൾക്ക് ലോജിക്കില്ല എന്ന തരത്തിലാണ് അവരുടെ വിമർശനം. എന്നാൽ ഗോദി മീഡിയകൾ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഇസ്രായേലിനെ പുകഴ്ത്തുമ്പോൾ മുൻപ് അടൽ ബിഹാരി വാജ്പേയി നടത്തിയ ഒരു പ്രസംഗം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇസ്രായേൽ പിടിച്ചുവെച്ച പാലസ്തീൻ്റെ മണ്ണ് തിരിച്ചു കൊടുക്കണമെന്നാണ് മുൻ പ്രധാനമന്ത്രിയും BJPയുടെ ശക്തനായ നേതാവുമായിരുന്ന വാജ്പേയി അന്ന് പറഞ്ഞത്. പാലസ്തീൻ്റെ മണ്ണ് പാലസ്തീനുള്ളതാണ്, ഇസ്രായേൽ കാടത്തം നിർത്തണമെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. പറഞ്ഞു വരുന്നത് BJPയുടെ അടിസ്ഥാന തത്വത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇത് എന്നതാണ്. ഇസ്രായേലിനെ വാനോളം പുകഴ്ത്തിയ മോദി പക്ഷേ ഗാസയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഗാസയിലെ ജനത്തെ നമ്മുടെ പ്രധാനമന്ത്രി കണ്ടില്ലത്രേ. മോദി അവഗണിക്കുന്ന പാലസ്തീൻ 2018 അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ പുരസ്കാരം മോദിക്ക് നൽകി ആദരിച്ചിരുന്നു. നെസ്റ്റിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയ പുരസ്കാരം സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ എന്നതാണ്. ഇങ്ങനെ ഒരു പുരസ്കാരം ഇതുവരെ ആർക്കും അവിടെ നൽകിയിട്ടില്ല. ഇനി അത് ആർക്കെങ്കിലും നൽകുമോ എന്നും അറിയില്ല. അതായത് മോദിക്ക് വേണ്ടി ആദ്യമായി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് പുരസ്കാരമാണ് എന്നാണ് വിമർശകർ പറയുന്നത്. പ്രധാനമന്ത്രി മോദിക്ക് നൽകാൻ ഇസ്രായേലിൽ സ്വന്തമായ പരമോന്നത സിവിലിയൻ ബഹുമതി ഒന്നുമില്ലായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നെസറ്റ് സ്പീക്കർക്ക് ഇതിനായി പുതിയ മെഡൽ നിർമ്മിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ദി ഇസ്രായേലിൻ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ദി ഓണർ, അതാണ് ഇസ്രായേലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി. 2012 ഇത് ഏർപ്പെടുത്തിയത്. അന്നു മുതൽ ഇന്ന് വരെ അമേരിക്കൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമ, ജോൺ ബൈഡൻ, അമേരിക്കൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ, ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ, സൈപ്രസ് പ്രസിഡന്റ് എന്നിവർക്കാണ് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ ഇസ്രായേൽ പ്രസിഡന്റ് നേരിട്ട് കഴുത്തിൽ അണിയിക്കുന്നതാണ് ചടങ്ങ്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇത് നൽകിയില്ല എന്ന് മാത്രമല്ല, പകരം മോദിക്കൊരു ഉഡായിപ്പ് പുരസ്കാരം നൽകി എന്നതാണ് ഉയരുന്ന പരാമർശങ്ങൾ. ഇസ്രായേലിൽ പ്രതിപക്ഷം തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്നതും പ്രാധാന്യം നിഴലിക്കുന്നു. അതായത് മോദിയെ നെതന്യാഹു പറ്റിച്ചു എന്നർത്ഥം. നെതന്യാഹുവും സംഘവും ഇത്തരം താൽക്കാലിക പുരസ്കാരം നൽകി പറ്റിക്കുന്നത് ഇത് ആദ്യമായല്ല എന്നതും ശ്രദ്ധേയമാണ്. നോബൽ പുരസ്കാരം കിട്ടാതെ കരഞ്ഞ് തളർന്ന ട്രംപിന് കൊടുത്തു ഒരു പുരസ്കാരം. സാംസ്കാരിക മേഖലയിൽ നൽകുന്ന സംഭാവന പരിഗണിച്ച് ജൂതന്മാർക്ക് മാത്രം നൽകുന്ന പുരസ്കാരമാണ് അത്. അങ്ങനെയുള്ള ആഭ്യന്തരമായ ഒരു പുരസ്കാരം ഒരു രാഷ്ട്രത്തലവനായ ട്രംപിന് നൽകുകയായിരുന്നു. എന്താ അല്ലേ നെതന്യാഹുവിൻ്റെ പറ്റിപ്പ്? ഗോദി മീഡിയ മോദിക്ക് കിട്ടിയ ഈ പുരസ്കാരം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ അന്താരാഷ്ട്ര നിലവാരം എത്രയെന്ന് ആലോചിക്കാതെ ആഹ്ലാദ നൃത്തം ചവിട്ടുമ്പോഴും അതിൻ്റെ പൊള്ളത്തരം അപഹാസ്യമാണ് എന്നതാണ് പരമ യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ മോദിയെ അപഹാസ്യനാക്കി നെതന്യാഹു. അത് നിലനിൽക്കുമ്പോൾ തന്നെ മോദിയുടെ അവിടുത്തെ പ്രസംഗം അമ്പേ പരാജയമായിരുന്നു എന്നാണ് ഉയരുന്ന വിമർശനവും. ഗാസയിൽ നടക്കുന്ന നരഹത്യ, വംശഹത്യ, പിഞ്ചു കുട്ടികളെ അടക്കം കൊന്നു തള്ളുന്ന നയം, ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം പ്രതിപാദിക്കാതെ ഇസ്രായേലിനെ വാനോളം പുകഴ്ത്തിപ്പാടിയ മോദി ചെയ്തത് ഇന്ത്യയുടെ യശസ് തകർക്കുന്ന തരത്തിലാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യമെന്നും ദുരിതമനുഭവിക്കുന്നവൻ്റെ നിലവിളികളെ കേൾക്കുക എന്നതും അത് അവസരം കിട്ടുന്ന ഇടങ്ങളിലൊക്കെ ഉയർത്തി വേട്ടക്കാരനെ വിമർശിക്കുക എന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നയത്തെയാണ് മോദി ഇപ്പോൾ തകർത്ത് കളഞ്ഞത്. മോദി ഓരോ രാജ്യം സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ആ രാജ്യവുമായുള്ള നയതന്ത്രങ്ങൾ പൊളിഞ്ഞ് പാളീസാകുന്നതായുമാണ് കണ്ടിട്ടുള്ളത്. അത് മോദിയുടെ പരാജയമാണ് വിളിച്ചോതുന്നതും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഗാസ
വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ പ്രമേയങ്ങളിൽ വോട്ടെടുപ്പിൽ നിന്നും ആവർത്തിച്ച് വിട്ടുനിന്നതും 2024 ഇസ്രയേലിനെതിരായ ആയുധ ഉപരോധ പ്രമേയത്തിൽ നിന്നും വിട്ടുനിന്നതും ഇതിനെല്ലാം പിന്നാലെയാണ് ഈ സന്ദർശനം. ദശകങ്ങളോളം പാലസ്തീനിൽ ശക്തമായ പിന്തുണ നൽകിയ രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ന് ഗാസ യുദ്ധത്തെ അപലപിക്കുന്ന UN പ്രമേയങ്ങളിൽ ആവർത്തിച്ച് വിട്ടുനിൽക്കുന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറി. ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നത്. ഗാസയിൽ ആക്രമണം തുടരുകയും പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും സംഘർഷം രൂക്ഷമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ഈ സന്ദർശനം വിദേശകാര്യ സ്ഥിരം സമിതി അംഗങ്ങൾ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായ കാലം മുതൽ പാലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിനൊപ്പമാണ് ഇന്ത്യ നിലയുറപ്പിച്ചത്. സ്വതന്ത്ര രാഷ്ട്രമായി പാലസ്തീനെ ഇന്ത്യ അംഗീകരിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി പാലസ്തീൻ അനുകൂല നിലപാടെടുത്തു. അതാണ് മോദി ഒറ്റയടിക്ക് അട്ടിമറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ മോദി കാണുന്ന ലക്ഷ്യം എന്താണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. യുദ്ധക്കുറ്റവാളി എന്ന അപരനാമം പേറുന്ന നെതന്യാഹു കൂട്ടുകാരനല്ല, സഹോദരൻ എന്ന് പറയുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന മോദിയെ നമുക്ക് കാണാം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് നെതന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്രിമിനൽ രാഷ്ട്രമെന്ന് പരക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രയേലിന് നിലവിൽ അമേരിക്കയാണ് എല്ലാ സംരക്ഷണവും നൽകി പോരുന്നത് എന്നാണ് വൈപ്പ്. എന്നാൽ മോദിയുടെ ഈ സന്ദർശനത്തിലൂടെ അമേരിക്കയിൽ നിന്ന് മാത്രമല്ല പിന്തുണയുള്ളത് എന്നത് അവകാശപ്പെടാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് അവർക്ക്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മോദി പോയി തലവെച്ച് കൊടുത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സ്വയം അപഹാസ്യം ഏറ്റെടുത്തു എന്നർത്ഥം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.